ബാഴ്സലോണയ്ക്കും രാജ്യത്തിനുമായി ഒട്ടനവധി നേട്ടങ്ങൾ നേടിയ ഇനിയസ്റ്റ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമായിരുന്നു. 2010 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിലെ ഇനിയസ്റ്റയുടെ ഗോളിലാണ് സ്പെയിൻ ലോകകപ്പ് കിരീടം ഉയർത്തിയത് തന്നെ. പിന്നീട് തൊട്ടടുത്ത വർഷം തന്റെ മൂന്നാമത്തെ UCL കിരീടവും ഇനിയസ്റ്റ കൈപ്പിടിയിലൊതുക്കി. കളത്തിനകത്തും പുറത്തും ഒക്കെ തികഞ്ഞ ഒരു മാന്യനുമായിരുന്നു ആന്ദ്രേ ഇനിയസ്റ്റ. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇനിയസ്റ്റയെ പറ്റിയല്ല. ഇനിയസ്റ്റ ബാഴ്സയുടെ ഫസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ച് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം 2002 കാനറി ദ്വീപുകളിലെ ഏറ്റവും വലിയ ദ്വീപായ ടെനറിഫിലെ ടെഗസ്റ്റ എന്ന കൊച്ചു പട്ടണത്തിൽ ജനിച്ച പെഡ്രോ ഗോൺസാലസ് ലോപ്പസ് എന്ന പെദ്രിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു CK ഇൻസൈറ്റ്സ്. ഈ പറഞ്ഞ ടെഗസ്റ്റ എന്ന ഗ്രാമത്തിലെ യൂത്ത് ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ് റൂബൻ ഡെൽഗാഡോ. പെഡ്രി 9 വയസ്സായപ്പോൾ തന്നെ താൻ അവനിൽ ഒരു ഇനിയസ്റ്റയെ കണ്ടിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. സവിശേഷമായ എന്തോ ഒരു സംഗതി അവനിൽ ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു. ഇതൊക്കെയാണ് ഡെൽഗാഡോ പിന്നീട് പറഞ്ഞത്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കൊച്ചു പയ്യനെ ഇനിയസ്റ്റയോട് താരതമ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടന്ന കൈയായിട്ട് നമുക്ക് തോന്നും. എന്തൊക്കെയായാലും ഡെൽഗാഡോയ്ക്ക് പഴിച്ചില്ല. ബാഴ്സലോണയിലെത്തി മിഡ്ഫീൽഡിൽ സ്ഥിരക്കാരനായി മാറിക്കൊണ്ട് പെദ്രി ഈ ഡെൽഗാഡോയുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ് പെദ്രി ജനിച്ചതെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. പെദ്രി ജനിക്കുന്നതിന് 8 വർഷം മുമ്പ് കാനറി ദ്വീപുകളിലെ ആദ്യത്തെ ഒഫീഷ്യൽ ബാഴ്സ ഫാൻ ഗ്രൂപ്പായ പെന്യ ബാഴ്സലോണിസ്റ്റ ഡി ടെനറിഫ് ടെഗസ്റ്റയ്ക്ക് രൂപം നൽകിയത് പെദ്രിയുടെ മുത്തച്ഛനായ ഫെർണാണ്ടോ റോഡ്രിഗസ് ആയിരുന്നു. പെദ്രിയുടെ അച്ഛൻ ഫെർണാണ്ടോയും സുഹൃത്ത് ഓസ്കാർ ലെഡസ്വയുമാണ് ഇപ്പം നിലവിൽ ഫാൻ ക്ലബിന്റെ മേൽനോട്ടത്തിൽ. 10,000-ഓളം മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു പട്ടണമാണ് ടെഗസ്റ്റ. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിന്റെ ആവറേജ് പോപ്പുലേഷൻ ഒരു പക്ഷേ ഇത് കൂടുതൽ കാണും. ഇപ്പം ബാഴ്സലോണ, റയൽ മാഡ്രിഡ് ആരാധകരുടെയൊക്കെ റൈവൽറി ഒരുപാടുള്ള ഒരു ചെറിയൊരു ടൗൺ ആണിത്. റോഡ്രിഗസ് കുടുംബം എന്തായാലും ഇവിടെ കാറ്റലൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കുടുംബം മുഴുവൻ ബാഴ്സ ഫാൻസ് ആണ്. പെദ്രിയുടെ അച്ഛൻ ഒരു ഗോൾ കീപ്പറും കൂടെ ആയിരുന്നു. ഇപ്പം ടെഗസ്റ്റയിൽ ഇവരുടെ കുടുംബം ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. ഡെൽഗാഡോയുടെ കീഴിൽ ടെഗസ്റ്റയുടെ യൂത്ത് ടീമിൽ പെദ്രിയുടെ സഹോദരൻ ഫെർണാണ്ടോയും ഒരുമിച്ചാണ് കളിച്ചു തുടങ്ങിയത്. പക്ഷെ പെദ്രി വളരെ വേഗം തന്നെ തൻ്റെ ആ ഒരു കളിയുടെ മികവ് കൊണ്ട് ദ്വീപിൽ പെട്ടെന്ന് പ്രശസ്തനായി. ഇപ്പൊ പെദ്രിയെ കാണാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. കളിക്കാൻ വരുന്ന മറ്റു കുട്ടികളുടെ പേരൻസ്, എതിർ ടീം താരങ്ങൾ, ഇവരുടെയൊക്കെ പ്രശംസ ആദ്യഘട്ടത്തിൽ തന്നെ പെദ്രി പിടിച്ചുപറ്റി. ഒരു 10 വയസ്സുകാരൻ കാണിക്കുന്നതിനൊക്കെ കൂടുതൽ പക്വതയും മികവും പെദ്രി കളത്തിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. തുടക്കം മുതൽ തന്നെ പെദ്രിയുടെ റോൾ മോഡൽ ഇനിയസ്റ്റ ആയിരുന്നു. കൂടാതെ മൈക്കൽ ലോഡ്രിപ്പിനോടും ഇഷ്ടപ്പെട്ടിരുന്ന ഈ പെദ്രി ഇവരുടെയൊക്കെ വീഡിയോസ് ആണ് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ പെദ്രിയുടെ അച്ഛന് മനസ്സിലായി ഇവൻ കൂടുതൽ മികച്ച സ്ഥലത്ത് കളിക്കേണ്ടതായിട്ടുണ്ട്, ഈ ഒരു ചെറിയ ടൗണിൽ കളിച്ചാൽ പോരാന്ന്. അപ്പൊ അതുകൊണ്ട് അവര് പെദ്രിയെയും സഹോദരനെയും കുറച്ചുകൂടെ മികച്ച ഒരു ക്ലബ്ബായിരുന്ന ജുവന്റെ ലഗൂണയിൽ ചേർത്തു. ഇത് പറഞ്ഞപ്പോൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ പെദ്രിക്ക് അത്ര വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കൂട്ടുകാരെയൊക്കെ വിട്ട് പോകാനുള്ള ഒരു മടിയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. 10-12 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ. അപ്പൊ അവൻ ആ രീതിയിൽ ചിന്തിച്ച് നമുക്ക് തെറ്റു പറയാൻ പറ്റുന്നില്ല. എന്തായാലും അവസാനം ഈ ലഗൂണയിലേക്ക് പോയി പെദ്രി. ലഗൂണയിൽ ഏറ്റവും ചെറിയൊരു താരമായിരുന്നു, സൈസ് കൊണ്ട് ഏറ്റവും ചെറിയൊരാളായിരുന്നു. പക്ഷെ അവിടെയും വളരെ വേഗം എല്ലാവരുടെയും ശ്രദ്ധ അവന്റെ അടുത്ത് തന്നെ എത്തി. അവന്റെ ആ ഒരു കളി മികവ് കാരണം 14-ാം വയസ്സിൽ തന്നെ സീനിയർ ടീമിലേക്ക്, ആ ലഗൂണ സീനിയർ ടീമിലേക്ക് കളിക്കാൻ അവന് ക്ഷണം കിട്ടി. കാനറി ദ്വീപുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ക്ലബ് ടീമിൽ കളി തുടങ്ങിയ ഉടനെ തന്നെ പല ക്ലബുകളും അവരെ നോട്ടമിട്ടു. അപ്പോൾ ലാസ് പാൽമസ് അക്കാദമി ഡയറക്ടറായിരുന്ന മാനുവൽ റോഡ്രിഗസ് അയാളൊരു മികച്ച ഓഫറുമായിട്ട് ഈ പെദ്രിയുടെ കുടുംബത്തിൽ എൻ്റെ അടുത്തെത്തി. ഇപ്പം യൂത്ത് സിസ്റ്റം, ഹോസ്റ്റൽ സൗകര്യം തുടങ്ങി അതിൻ്റെയൊക്കെ പേര് കേട്ടായിരുന്നു ഈ ലാസ് പാൽമസ് അക്കാദമി. അപ്പോൾ മറ്റൊരു ദ്വീപിലേക്ക് അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുടുംബത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പഠനത്തിന്റെ കാര്യത്തിലും ലാസ് പാൽമസ് അവർക്ക് ഉറപ്പുകളൊക്കെ നൽകി. ഇപ്പൊ എന്തായാലും അതൊരു മികച്ച നീക്കമായിരുന്നു. 2018 സമ്മറിൽ ലാസ് പാൽമസിന്റെ യൂത്ത് അക്കാഡമിയിലെ
യുക്ക അക്കാദമിയായ കാസ അക്കാദമിയിലേക്ക് പെദ്രി അങ്ങ് ചെന്നു. അണ്ടർ-18 ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടും പെദ്രി ഒരു വർഷത്തിനുള്ളിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നു. ലാസ് പാൽമസിന്റെ ടെക്നിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ടോണി ഒട്ടേരോ പറയുന്നതനുസരിച്ച് 15 വയസ്സുകാരനായ അവന്റെ കളി കണ്ടവിടെ സീനിയർ ടീമിലേക്ക് വിളിക്കാൻ അവർ ഏതായാലും തീരുമാനിച്ചു. ഒരു 15 വയസ്സുകാരന്റെ മികവല്ല അവൻ കാണിച്ചിരുന്നത്. അപ്പൊ അവൻ എന്തുകൊണ്ടും ടീമിനൊരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ സീനിയർ ടീമിൽ എടുക്കണോ എന്നൊരു കാര്യത്തിൽ സംശയം ബാക്കി നിന്നിരുന്നെങ്കിലും ട്രെയിനിങ്ങിലും ഒക്കെ അവന്റെ ആ ഒരു മികച്ച നീക്കങ്ങൾ നടത്തിയുണ്ട് അവനെന്തായാലും അവരുടെ സംശയത്തേക്ക് അസ്ഥാനത്തായി. 2019 ജൂലൈയിൽ ഈ ഒട്ടേറോ പെഡ്രിയുമായി ആദ്യത്തെ ഒരു പ്രൊഫഷണൽ കരാർ ഒപ്പിട്ടു. 2ാം ഡിവിഷനിൽ സീനിയർ ടീമിൽ കളിക്കാൻ മാത്രം അത്രയൊക്കെ ഉള്ള ഒരു ശാരീരികക്ഷമത ഉണ്ടോ എന്ന് മാത്രമായിരുന്നു അവരുടെ ഒരു സംശയം. മാർവലുമായിട്ടുള്ള സീസൺ ഫ്രണ്ട്ലി ആയിരുന്നു അവരുടെ ആദ്യത്തെ വെച്ചത്. കേവലം 2 ആഴ്ചകൾക്ക് മുമ്പ് മാത്രം സീനിയർ ടീമിന്റെ കൂടെ പരിശീലനം ആരംഭിച്ച പെദ്രി ആയിരുന്നു ആ മത്സരത്തിൽ ലാ പാൽമാസിന്റെ ഏറ്റവും മികച്ച താരം. അപ്പൊ അവൻ ആസ്വദിച്ച് തന്നെ കളിച്ചു. പാസുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നു, മികച്ച മൂവ്മെന്റ്സ് നടത്തുന്നു. ഈ കളി കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാം മനസ്സിലായി അധികം വൈകാതെ തന്നെ ഏതെങ്കിലും മുന്തിയ ക്ലബ്ബുകളിൽ ഇവൻ എത്തുമെന്നുള്ള കാര്യം. ലാസ് പാൽമാസ് പരിശീലകൻ ഈ പെപ്പെ മെൽ പെദ്രി ടീമിൽ വരുന്നതിന് അനുകൂലമായിരുന്നു. ഈ സീനിയർ ടീമിന്റെ കോച്ചായിരുന്നു. ഇപ്പൊ സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ പെദ്രി അരങ്ങേറി. ഒരാഴ്ചയ്ക്ക് ശേഷം മലായക്കെതിരെ പെദ്രി ഒരു ഗോളിന് അസിസ്റ്റ് നൽകി. 1 മാസം കഴിഞ്ഞപ്പോൾ സ്പോർട്ടിംഗ് ഗിജോണിനെതിരെ ഗോളും നേടി. തന്റെ ആ ഗോള് നേടിയാണ് തന്റെ ടീമിന് ആദ്യത്തെ ജയം ഒരുക്കുന്നത് പോലും എന്ന് വേണം പറയാം. അപ്പോൾ പെദ്രിക്ക് അതിനെല്ലാം സാധിച്ചു. 36 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും 7 അസിസ്റ്റുകളും നേടിയാണ് പെദ്രി ആ സീസൺ അവസാനിപ്പിച്ചത്. ഒരു 17 വയസ്സ് പ്രായമുള്ളൂ, 16-17 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ സ്പെയിനിന്റെ അണ്ടർ ടീമുകളിലേക്ക് കളിക്കാൻ പോയ ആ ഒരു സമയങ്ങളിൽ ഒഴിച്ച് എല്ലാ മത്സരങ്ങളിലും പെദ്രി ലാസ് പാൽമാസിന് വേണ്ടി കളത്തിലിറങ്ങി എന്നുള്ളതാണ്. ഡ്രസ്സിംഗ് റൂം പെദ്രിയുടെ പ്രതിഭയെ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു ആ ഒരു സമയമായിരുന്നു. ഇപ്പൊ കുറച്ച് ഇൻട്രോവേർട്ട് നേച്ചറുള്ള ആളാണ് പെദ്രി. അപ്പൊ അതുകൊണ്ട് കൂടെ ക്ലബിലുള്ള എല്ലാവരും അവരെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. നിലവിൽ ബാഴ്സയിൽ നോക്കിയാലും മെസ്സി മുതൽ ഗ്രൗണ്ട്സ്മാൻ വരെയുള്ള എല്ലാവരും അവന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വഹിക്കുന്നുണ്ട്. അപ്പൊ സമാന അവസ്ഥയായിരുന്നു ലാസ് പാൽമാസ്. ഫുട്ബോളിൽ അങ്ങനെ പ്രായത്തിന് വലിയൊരു കാര്യമൊന്നുമില്ല. കാരണം ചില ആൾക്കാർ 40 വയസ്സിലും കുട്ടിയായിട്ട് പെരുമാറും, ചിലര് 16 വയസ്സിൽ തന്നെ ഒരു 40,000 പദ്ധതിയോടെ പെരുമാറും. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പൊ പെദ്രിയുടെ കാര്യം. ഇപ്പൊ പെദ്രിയുടെ ഏജന്റ് ലീഡർ ബ്രോക്ക് സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിലെ ഒരു മെയിൻ ഏജൻസിയാണ്. അവര് സ്പെയിനിലെ മറ്റു യുവതാരങ്ങളായ ഫെറാൻ ടോറസ്, ഉനൈ ന്യൂസ് ഇവരുടെയൊക്കെ ഏജന്റാണ്. അപ്പം ഏറ്റവും മികച്ച ഏജൻസികളിൽ ഒന്നായിട്ടാണ്, സ്പെയിനിലെ ഏറ്റവും മികച്ച ഏജൻസികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ബാഴ്സയുമായുള്ള കുടുംബത്തിന്റെ വൈകാരിക ബന്ധമാണ് ക്യാമ്പ് നൗവിൽ പെദ്രി എത്തിച്ചതെന്ന് ഒരു തോന്നലുണ്ടാക്കുന്നു. പക്ഷെ കാര്യങ്ങൾ വേറെ രീതിയിൽ വളരെ ഈസി ആയിട്ട് പോകുമായിരുന്നു. അതിനുള്ള സാധ്യത ഒരുപാടുണ്ടായിരുന്നു. കാരണം പെദ്രി റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുമെന്ന ഒരു ഘട്ടത്തിൽ എത്തിയതാണ്. ലെഗുവിനെ കളിക്കുമ്പോൾ തന്നെ പല ടീമുകളും അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, വിയാറയൽ, ഡിപ്പാർട്ടിഗോ ലാ കൊറൂണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഒപ്പം റയൽ മാഡ്രിഡ്, ഇവരെല്ലാം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഇവരുടെ കളി ഫോളോ ചെയ്തിട്ട്, പക്ഷെ ബാഴ്സയുടെ സ്കൗട്ടിനാണെങ്കിൽ ഇവന്റെ അടുത്ത് വലിയ താല്പര്യം തോന്നിയില്ല. ഇവരുടെ ലാസ് പാൽമാസിന്റെയും ലാ കൊറൂണയുടെ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. മാഡ്രിഡ് അവരെ ട്രയൽസിന് വിളിച്ചു, പക്ഷെ നല്ല മഞ്ഞുവീഴ്ചയുള്ള ഒരു സമയം തന്നെ. അതുകൊണ്ട് പെദ്രിക്ക് നല്ല രീതിയിൽ അങ്ങ് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പെദ്രിയെ തിരിച്ചയച്ചു. അപ്പം പിന്നെ കോൺടാക്ട് ചെയ്തില്ല. പക്ഷെ മാദ്രിഡ് ജേഴ്സിയിൽ തന്നെ സങ്കല്പിക്കാനാവുന്നില്ലെന്ന് പെദ്രി ആ സമയത്ത് എന്തായാലും തമാശയായിട്ടൊക്കെ പറഞ്ഞിരുന്നു. പെദ്രി റയൽ ട്രയൽസിന് പോയ കാര്യം എങ്ങനെയെങ്കിലും ബാഴ്സയെ അറിയിക്കാൻ ലാസ് പാൽമാസിലെ ആളുകളൊക്കെ പല രീതിയിൽ ശ്രമം നടത്തി. ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഭാഗ്യം വേറൊരു വഴി കൂടെ കടന്നു വന്നു. ഈ ഒട്ടേറെ 2 വർഷം ക്യാമ്പ് നൗവിൽ സ്കൗട്ടായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ക്ലബിന്റെ ഒരു മുൻ മധ്യനിര താരവും ആയിരുന്ന ജോസ് മാരി ബൊക്കേറോ പോലെയുള്ള യൂത്ത് ടീമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചിലരെയൊക്കെ നമ്മുടെ ഒട്ടേറയ്ക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പൊ പെദ്രിയുടെ കളി ഒന്ന് കണ്ടു നോക്കാൻ ഒട്ടേറോ ഈ ബൊക്കേറോയെ വിളിച്ചു. ബൊക്കേറോ വന്നു കഴിഞ്ഞ് പെദ്രിയുടെ കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഒരു സംശയമില്ല. ഒറ്റ ഉടൻ തന്നെ പെദ്രിയുടെ ആ ഒരു മികവ് ബൊക്കേറോയും തിരിച്ചറിഞ്ഞു. അപ്പൊ മെസ്സിയെ കാർലസ് റസാച്ച് സൈൻ ചെയ്യാൻ പോയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നാപ്പിൾ സ്റ്റോറി. അതിന് സമാനമായിട്ടൊക്കെ തോന്നാം.
ഒരുപക്ഷെ അങ്ങനെ ലാസ് പാൽമാസിന് വേണ്ടി കേവലം 3 സീനിയർ മത്സരങ്ങളുടെ മാത്രം ഇറങ്ങിയ പെദ്രി 2019 സെപ്റ്റംബറിൽ ബാഴ്സയുമായിട്ട് 5 മില്യൺ പ്ലസ് ആഡോൺസിനുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് അടുത്ത സീസൺ തൊട്ട് ബാഴ്സയിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിലെത്തി. അപ്പൊ അന്ന് ആ കരാർ അത്ര വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയിരുന്നില്ലെങ്കിലും ബാഴ്സ ബോർഡിന്റെ ഒരു ദീർഘവീക്ഷണമായിട്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അത് ചർച്ചയാക്കുന്നുണ്ട്. ഒരുപാട് മോശം തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ബാർത്തോമ ബോർഡിന്റെ ചുരുക്കം ചില നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ സൈനിങ് എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ലാസ് പാൽമാസിന് ആ സീസണിന് ശേഷം പെദ്രി കഴിഞ്ഞ ആഗസ്റ്റിൽ ബാഴ്സയിലെത്തി. കൂമാൻ ടീമിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ പെദ്രി എങ്ങാണെന്നും ലോണിൽ വിടാനാണ് തീരുമാനം എന്നൊക്കെയുള്ള ഒരു സൂചന നൽകിയിരുന്നു. കാരണം കൂമാൻ യുവതാരങ്ങളെയൊക്കെ വിശ്വാസം അർപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിലും ബയണിൽ നിന്ന് ലോൺ കഴിഞ്ഞെത്തി കൂട്ടിഞ്ഞോ പരിഗണിക്കണം. പിന്നെ ഗ്രീസ്മാൻ ഉണ്ട്, ഡെംബലെ, പുതിയ സൈനിങ് ആയിട്ടുള്ള ട്രിങ്കാവോ ഉണ്ട്, പിന്നെ ലാമാസിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള റിക്കി പൂജ് ഉണ്ട്, ലയണൽ മെസ്സി ഉണ്ട്. അപ്പൊ അങ്ങനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ഉണ്ട്. അപ്പം പെദ്രിയും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ലോണിൽ പോവുകയായിരിക്കും പ്രാക്ടിക്കലൊക്കെ. പക്ഷെ ട്രെയിനിങ്ങിലും പ്രീ സീസൺ ഫ്രണ്ട്ലിയിലും ഒക്കെ പെദ്രിയുടെ ആ ഒരു പ്രകടനങ്ങൾ കാരണം കോച്ചിന് മാറി ചിന്തിക്കേണ്ടി വന്നു. പെദ്രിയുടെ പ്രകടനങ്ങൾ അത് ആരുടെയും മനസ്സ് മാറ്റാൻ ഉള്ള തരത്തിലുള്ളതായിരുന്നു. അതാണ് സത്യം. ആദ്യ സീസണിൽ ലോണിൽ പോകാൻ തന്നെ ആയിരുന്നു പെദ്രിയുടെ കുടുംബത്തിന്റെയും തീരുമാനം. ബാഴ്സ ബിയിൽ എന്തായാലും കളിക്കത്തില്ലെന്ന് കോൺട്രാക്റ്റിലുണ്ടായിരുന്നു. അപ്പം ലാസ് പാൽമാസിൽ തന്നെ ഒരു സീസൺ കൂടെ ലോൺ, അതായിരുന്നു അവരുടെ ഒരു പ്ലാൻ. പിന്നെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് അടക്കമുള്ള പല ക്ലബ്ബുകളും ലോണിന് വില്ലിങ്നെസ് പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും പെദ്രിയുടെ മികവ് സീനിയർ ടീമിൽ അവനെ സ്ഥിരമാക്കാൻ സഹായിച്ചു. ഇത്ര വേഗം അവൻ ടീമിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുമെന്നൊന്നും ആരും കരുതി കാണുന്നില്ല. പക്ഷെ തന്റെ ആ ഒരു കഴിവിനുള്ള പൂർണ്ണ വിശ്വാസം അത് പെദ്രിക്കുണ്ടായിരുന്നു. ബാഴ്സയിൽ വരുന്ന മിക്കവാറും താരങ്ങൾക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ സമയം വേണം. പെദ്രിയേക്കാൾ മികവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള പലർക്കും അത് അത്യാവശ്യമായിരുന്നു. ഗ്രീസ്മാൻ എന്താ സംഭവിച്ചെന്നറിയാം, കൂട്ടിഞ്ഞോയ്ക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാം. പക്ഷെ കൂടാതെ സീസണിലാണെങ്കിൽ ബാഴ്സയ്ക്ക് കുറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട വർഷമാണ്. 8-2 തോൽവി, മെസ്സി ടീം വിടുമെന്നുള്ള പോലെയുള്ള ഒരു പ്രതിസന്ധി, ബാർത്തോമ ബോർഡിന്റെ രാജി. എന്നിട്ടും പെദ്രി വളരെ വേഗം തന്നെ ടീമിനോട് അങ്ങ് അഡാപ്റ്റ് ആയി. ബാഴ്സ ആണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു സൗഹൃദ അന്തരീക്ഷം അത് പെദ്രിക്ക് തുണയായി. സീനിയർ താരങ്ങളല്ല യുവതാരങ്ങൾക്ക് മികച്ച പിന്തുണയാണ് നൽകിയെന്ന് അത് പെദ്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സീസണിലെ ആദ്യത്തെ 2-3 മത്സരങ്ങളിൽ പകരക്കാരനായിട്ടായിരുന്നു, ബെഞ്ചിൽ നിന്നായിരുന്നു പെദ്രി തുടങ്ങിയത്. 4ാം മത്സരത്തിൽ ഗെറ്റാഫയ്ക്കെതിരെ ആണ് കുട്ടിഞ്ഞോയെ ബെഞ്ചിലെത്തി ആദ്യത്തെ 11-ൽ സ്ഥാനം നൽകി. മത്സരം തോറ്റെങ്കിലും 17-കാരനായിട്ടുള്ള പെദ്രിയുടെ കളി വളരെ ശ്രദ്ധിക്കപ്പെട്ടു. മെസ്സിയുടെ ഒരു വുഡ്വർഡ് ഇടിച്ചു വരണം, അത് പെദ്രിയുടെ നീക്കം വളരെ ശ്രദ്ധയായിരുന്നു. പിന്നെ കൂമാനായാലും ഒരുപാട് സപ്പോർട്ട് നൽകി. അപ്പൊ അതുകൊണ്ടും പെദ്രിയുടെ കോൺഫിഡൻസ് കുറെ കൂടിയിട്ടുണ്ട്. ഫ്രാങ്കോവേഴ്സിനെതിരെയാണ് ബെഞ്ചിൽ നിന്ന് തന്റെ ആദ്യത്തെ ഗോൾ നേടിയത് പെദ്രി. റയൽ മാഡ്രിഡിനെതിരെ ക്ലാസിക്കോയിലും സ്റ്റാർട്ടറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ഒരു കളിയിൽ പരാജയപ്പെട്ടു. എന്നാൽ താരത്തിന്റെ കഴിവ് വിശ്വാസം വർദ്ധിച്ചിട്ട് കൂമൻ യുവന്റസിനെതിരായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും ഇറക്കി. ആ കളിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. കുട്രാഡോയെ പോലെയുള്ള ഒരു താരത്തിനെ നിരന്തരം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. പിന്നെ ബെറ്റീസിനെതിരെ തന്നെ ആദ്യത്തെ ഗോൾ നേടി പെദ്രി. അപ്പം ബാഴ്സലോണയുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിൽ അല്ല പോകുന്നതെങ്കിൽ പോലും പെദ്രിയുടെ മികവ് എന്തായാലും എവിഡന്റാണ്. കൂമാന്റെ ടീമിൽ ഇപ്പോഴും പരീക്ഷണം നടത്തുന്നുണ്ട്. സോസിഡാസിനെതിരെ ലീഗ് മത്സരത്തിൽ ഒരു ഡീപ്പ് റോളിലാണ് കളിച്ചത്. അവസാന മിനിറ്റുകളിൽ ആ മഷ്റാനോ കൊണ്ട് സേവ് ചെയ്ത് ഒരു ടാക്കിൾ പോലെ ഒരു സേവ് നടത്തി, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തി. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പൊ നമുക്കറിയാം ബാഴ്സയെ പല താരങ്ങളും നേരിട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മെസ്സിയുമായി കളത്തിലൊരു ധാരണ ഉണ്ടാക്കുന്നതിലായിരുന്നു. ഗ്രീസ്മാനും കൂട്ടിഞ്ഞോയും ഒക്കെ ആ കാര്യത്തിൽ കുറച്ച് പിന്നിലായിരുന്നു. പക്ഷെ പെദ്രി വളരെ പെട്ടെന്ന് തന്നെ മെസ്സിയുമായിട്ട് ആ ഒരു അഡാപ്റ്റ് ആയി. സോസിഡാസിനെതിരെ മെസ്സിക്ക് 10 പാസുകൾ പെദ്രി കൊടുത്തു. മെസ്സി പെദ്രിക്കാണെങ്കിൽ 9 പാസ് കൈമറിയിട്ടുണ്ട്. വലലവിഡിനെതിരെയായിട്ടുള്ള ഒരു കളി, ആ ഒരു സഖ്യവും അതിലും ഈ ഒരു സഖ്യം പ്രകടനമായിരുന്നു. മെസ്സിക്ക് പെദ്രി നൽകിയ ഒരു ബാക്കിൽ അസിസ്റ്റ്, അത് വളരെ മനോഹരമായ ഒരു ഫസ്റ്റ് ആയിരുന്നു. ആ ഗോളിന് ശേഷമുള്ള ഇരുവരുടെയും ഒരു ആഹ്ലാദപ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാഴ്സ ആരാധകർക്ക് ഒരു വലിയ ഹാപ്പിനെസ് ആണ്.
ലാസ് പാൽമാസിൽ ജൊനാഥൻ വിയേറയും റൂബൽ കാസ്ട്രോയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു അതേ ഒരു ഒത്തിണക്കം ബാഴ്സയിലെത്തി മെസ്സിയുമായിട്ട് പെദ്രിക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. പെദ്രിയോട് മെസ്സി ഡ്രസ്സിംഗ് റൂമിലും മറ്റുമായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്, ഒരുപാട് അഡ്വൈസ് കൊടുക്കാറുണ്ടെന്നൊക്കെ പെദ്രി പറഞ്ഞിട്ടുണ്ട്. എൽ ക്ലാസിക്കോ ഒഴിച്ചു നിർത്തിയാൽ പെദ്രി ഇറങ്ങിയ മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനമായിരുന്നു. ടീം സ്ട്രഗിൾ ചെയ്യുമ്പോഴും പെദ്രി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഗെറ്റാഫിക്കെതിരെയാണെങ്കിലും അലാവസിനെതിരെയാണെങ്കിലും ഇതെല്ലാം പെദ്രി തെളിയിച്ചു തന്റെ പ്രകടനം. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള പരാജയത്തിന് ശേഷം പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിന് വന്നത് പെദ്രിയായിരുന്നു. അപ്പൊ ടീമിലെത്തി വെറും 4 മാസങ്ങൾ കൊണ്ട്, അതും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള 18 വയസ്സ് മാത്രമുള്ള ഒരാള്, അവൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ ഒരു റോളിൽ അവനെ ഏൽപ്പിക്കുന്നു. സ്പെയിനിന്റെ അണ്ടർ-21 ടീമിൽ കളിച്ചിട്ടുണ്ട് 17-18 വയസ്സുള്ളൂ. പെദ്രി അടുത്ത് വരുന്ന യൂറോപ്പ് ചാമ്പ്യൻഷിപ്പിന് ഉള്ള സീനിയർ സ്ക്വാഡിൽ ഇടം നേടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറിയെങ്കിലും പെദ്രിയുടെ പേഴ്സണൽ ലൈഫിന് അങ്ങനെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മൂത്ത സഹോദരൻ ഫെർണാണ്ടോയുടെ കൂടെയാണ് പെദ്രി ഇപ്പോഴും താമസിക്കുന്നത്. മാതാപിതാക്കള് ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറന്റിന്റെ പ്രയോജനമാണ്. കളത്തിന് പുറത്ത് പെദ്രി ഉണ്ടാക്കിയ ഏക വാർത്ത എന്ന് പറയുന്നത് മത്സരത്തിന് ശേഷം ഒരു പ്ലാസ്റ്റിക് തന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോയതായിരുന്നു. അത് ആരോ ഫോട്ടോ എടുത്ത് പരിചരിച്ചപ്പോഴാണ്. ഇപ്പൊ കോവിഡ് ആയാലും എല്ലാവർക്കും അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ആവശ്യമായിരുന്നു. പക്ഷെ പെദ്രി മറ്റുള്ളവരെ പോലെ കവർ വേറൊരു ബാഗിലൊന്നും ഇടാത്തതിനാൽ അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പൊ തനിക്കും സഹോദരൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ടാക്സിയിൽ പോകേണ്ടി വന്നു. അതാണ് അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അപ്പോ ടെനറിഫിൽ ബാഴ്സലോണയുടെ മത്സരങ്ങൾ കാണാൻ ഇപ്പം പതിവിൽ കൂടുതൽ ആളുകൾ പെന ബാഴ്സലോണിസ്റ്റ ദി ഡെഗസ്റ്റയിൽ എത്തുന്നുണ്ട്. തന്റെ റോൾ മോഡലായ ഇനിയസ്റ്റയെ പോലെ പെദ്രി ബാഴ്സയുടെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെദ്രിയുടെ കളികൾ കാണുന്ന ആർക്കും ആ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മികച്ച പ്രകടനങ്ങൾ നടത്തി ബാഴ്സയുടെ നെടുന്തൂണായി പെദ്രി മാറുമെന്നുള്ള ഒരു പ്രത്യാശയോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ദി അത്ലറ്റിക് പോർട്ടലിൽ വന്ന ഒരു ലേഖനത്തെ ആസ്പദമാക്കി ആണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ബാഴ്സയിലെ മറ്റ് യുവ പ്രതിഭകളെ കുറിച്ചും ഇതുപോലെയുള്ള സ്റ്റോറികളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ട്യൂണിൻ, വീണ്ടും കാണാം. ബൈ.